നമസ്കാരം. ഇന്ന് നമ്മൾ ഷാവോട്ട് എന്ന യഹൂദ ആഘോഷത്തിലേക്ക് ഒരു ആഴത്തിലുള്ളൊരു അന്വേഷണം നടത്തുകയാണ്. നമസ്കാരം. നിങ്ങൾ പങ്കുവച്ച ബെയ്റ്റ് ഇസ്രായേൽ ഇന്റർനാഷണലിന്റെ പഠനങ്ങളും പിന്നെ ഗദ്ദി ഇഫ്രായിമിന്റെ കുറിപ്പുകളും അതാണല്ലോ നമ്മുടെ അടിസ്ഥാനം. അതെ. അപ്പോ ഷാവോട്ടിന്റെ പല അർത്ഥതലങ്ങളും അതൊരു വെറും ചരിത്രസ്മരണ എന്നതിലുപരി ഓരോ വർഷവും എങ്ങനെയൊരു പുതിയ ആത്മീയ ഉണർവായി മാറുന്നു എന്നുമൊക്കെ നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. അപ്പോ ഷാവോട്ട് ആ പേരിൽ തന്നെ തുടങ്ങാം അല്ലേ? ആഴ്ചകൾ എന്നാണല്ലോ എന്റെ അർത്ഥം. അതെ, ശരിയാണ്. പെസഹ കഴിഞ്ഞ് 7 ആഴ്ചകൾ, അതായത് 49 ദിവസങ്ങൾ. അത് എണ്ണുന്നൊരു രീതിയുണ്ട്, ഓമർ എണ്ണൽ. ഈ ഗദ്ദി ഇഫ്രായിമിന്റെ കുറിപ്പുകളിൽ പറയുന്നത് പോലെ ഇത് വെറും ദിവസങ്ങൾ ഇങ്ങനെ എണ്ണിത്തീർക്കുന്ന ഒരു പരിപാടിയല്ല. അല്ല, അതൊരു ശരിക്കും പറഞ്ഞാൽ 49 പടവുകളുള്ളൊരു ആത്മീയ ശുദ്ധീകരണ യാത്രയാണ്. പെസഹായിലെ ആ ശാരീരിക വിമോചനമുണ്ടല്ലോ, അതിൽ നിന്ന് സീനായ് പർവ്വതത്തിൽ വെച്ചുള്ള ആ ഒരു ആത്മീയ ഒത്തുചേരലിലേക്ക്, ആ യാത്രയുടെ ഒരു പൂർത്തീകരണമാണത്. ഒരു യാത്രയുടെ പൂർത്തീകരണം. അതെ, വെറുതെ ഒരു ഒത്തുചേരലല്ല. ദൈവവും, അതായത് ഹഷേമും ഇസ്രായേൽ ജനതയും തമ്മിലുള്ള ഒരു ശാശ്വതമായ ഉടമ്പടിയാണ് അവിടെ ഉറപ്പിക്കുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാവുന്നത്. ഷാവോട്ടിന് ഈ ഒരു പേരല്ല, പല പേരുകളുണ്ട്. ഓരോ പേരിനും അതിൻ്റെതായ അർത്ഥതലങ്ങളുമുണ്ട്. ശരിയാണ്. ഒന്നാമത്തേത് ഹഗ് ഹഷാബോട്ട്, ചാഗ് ഹഷാബോട്ട്, ആഴ്ചകളുടെ ഉത്സവം. ആ പേര് തന്നെ ഈജിപ്തിൽ നിന്നുള്ള ഭൗതിക മോചനത്തിൽ നിന്ന് സീനായിലെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചിട്ടയായ യാത്രയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗഡ്ഡി എഫ്രൈം സൂചിപ്പിക്കുന്നത് പോലെ ടോറ അത് സ്വീകരിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത്. വെറും ശാരീരിക മോചനം പോരാ. ശരി. അപ്പോ അടുത്ത പേര് ഹഗ് ഹക്കത്സീർ, ചാഗ് ഹക്കത്സീർ, വിളവെടുപ്പുത്സവം. ഇത് കുറച്ചുകൂടെ ഭൗതികമായി തോന്നാം അല്ലേ? ഇസ്രായേലിലെ ഗോതമ്പ് വിളവെടുപ്പുമായി ബന്ധപ്പെട്ടത്. അതെ, പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ്. പക്ഷെ ബെയ്റ്റ് ഇസ്രായേൽ ഇന്റർനാഷണലിന്റെ പഠനങ്ങൾ അതിനപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെയാണ്? അവര് പറയുന്നത്, ഈ ധാന്യം നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് പോലെ തോറ നമ്മുടെ ആത്മാവിനെയാണ് നിലനിർത്തുന്നതെന്നാണ്. കൊള്ളാം. ഭൗതികവും ആത്മീയവുമായ നിലനിൽപ്പിനെ ബന്ധിപ്പിക്കുന്നു. അതെ, വിളവെടുപ്പ് എന്നത് അന്നത്തിന്റെ മാത്രമല്ല, അറിവിന്റെയും കൂടിയാണ്. മൂന്നാമത്തെ പേര് ഹഗ് ഹബിക്കുറിം, ചാഗ് ഹബിക്കുറിം, ആദ്യഫലങ്ങളുടെ ഉത്സവം. ഏറ്റവും നല്ല ആദ്യഫലങ്ങൾ അത് നന്ദിയോടെ ദേവാലയത്തിൽ സമർപ്പിക്കുക. ഇതിലെന്താണ് ഒന്നൽ? ഗാഡി എഫ്രൈമിന്റെ നോട്ടുകൾ പറയുന്നത് നമുക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്നാണെന്നുള്ളൊരു തിരിച്ചറിവ്, പിന്നെ അതിലൂടെ വരുന്നൊരു വിനയം. അതാണ് ഈ സമർപ്പണത്തിലൂടെ പ്രകടമാകുന്നത്, കൃതജ്ഞതയുടെ ഒരു ഭാവം. ശരിയാണ്. ഇനി നാലാമത്തേത് ആറ്റ്സെറേറ്റ്, ഒരു ഗൗരവമായ സമാപനം അല്ലെങ്കിൽ ഒത്തുചേരൽ എന്ന് പറയാം. അതെ, പെസഹായിൽ തുടങ്ങിയ ആ ഒരു യാത്ര ഉണ്ടല്ലോ, അത് ഷാവോട്ടോടെ പൂർണ്ണമാവുകയാണ്. ഒരു സൈക്കിൾ പൂർത്തിയാകുന്നു, അങ്ങനെ പറയാം. ബെയ്റ്റ് ഇസ്രായേൽ ഇന്റർനാഷണൽ ഇതിനെ വിശദീകരിക്കുന്നത്, പെസഹ ശരീരത്തെയാണ് സ്വതന്ത്രമാക്കിയതെങ്കിൽ ഷാവോട്ട് തോറയിലൂടെ ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നു എന്നാണ്. അതൊരു ലക്ഷ്യപ്രാപ്തിയാണ്. ഇനി ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പേര് എന്ന് പറയാവുന്നത് സമാൻ മത്താൻ തൊറേത്തേനു. അതെ, നമ്മുടെ തോറ നൽകപ്പെട്ട സമയം. ഇത് എഴുതപ്പെട്ട തോറയിൽ നേരിട്ട് ഷവോട്ടിനെ അങ്ങനെ പറയുന്നില്ല. ഇല്ല, പക്ഷേ പാരമ്പര്യമനുസരിച്ച് പണ്ഡിതന്മാർ കണക്കാക്കുന്നത് സീനായ് മലയിലെ ആ വെളിപാട് ഈ ദിവസമാണെന്നാണ്. ഇതിൽ ഗാഡി ഇഫ്രായിം ഊന്നി പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇത് പഴയൊരു സംഭവം മാത്രമല്ല എന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഇത് ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച ഒന്നായിട്ടല്ല കാണുന്നത്, മറിച്ച് ഓരോ വർഷവും ഷാവോട്ട് വരുമ്പോ ആ സീനായ് അനുഭവം വീണ്ടും സംഭവിക്കുന്നു. വീണ്ടും സംഭവിക്കുന്നുവോ? അതെ, സ്വർഗം വീണ്ടും തുറക്കപ്പെടുന്നു. ആ ദൈവീക ശബ്ദം ഓരോ ഇസ്രായേൽ ആത്മാവിലും വീണ്ടും മുഴങ്ങുന്നു. അതാണ് വിശ്വാസം. ഇതൊരു നിരന്തരമായ വെളിപാടാണ്. കൊള്ളാം. ഈ വെളിപാടെന്ന ആശയത്തെ മിസ്റ്റിക് വ്യാഖ്യാനങ്ങൾ, അതായത് മിദ്രാഷ്, സോഹർ ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? അവിടെയാണ് ശരിക്കും കാവ്യാത്മകമായ ചില കാഴ്ചപ്പാടുകൾ വരുന്നത്. മിദ്രാഷും സോഹറുമൊക്കെ ഷവോട്ടിനെ വിശേഷിപ്പിക്കുന്നത് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു ദിവ്യ വിവാഹമായിട്ടാണ്. ദിവ്യവിവാഹമോ? അതെ, തോറയാണ് ആ വിവാഹോടമ്പടി. കെത്തൂബ, സിനായ് പർവ്വതം ആ വിവാഹമണ്ഡപവും. ചുപ്പ, അനന്തവും ശാന്തവും തമ്മിലുള്ള ഒരു ലയനം. സോഹറും പിന്നെ റംചാലിനെ പോലുള്ള പണ്ഡിതരും പറയുന്നത് തോറ കേവലം ഒരു നിയമപുസ്തകം മാത്രമല്ല,
അത് സൃഷ്ടിയുടെ തന്നെ ഒരു ബ്ലൂ പ്രിന്റ് ആണെന്നാണ്. സൃഷ്ടിയുടെ ബ്ലൂ പ്രിന്റ്. അതെ. ഗാഡി എഫ്രൈമിന്റെ നോട്ടുകൾ പറയുന്നതും അതുമായി ചേർന്നു പോകുന്നു. തോറ സ്വീകരിക്കുന്നതുവഴി നമ്മൾ ഈ യാഥാർത്ഥ്യത്തിന്റെ ദൈവികമായ ഘടനയുമായി വീണ്ടും ഒന്നായി ചേരുകയാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതിന്റെയൊക്കെ ഇന്നത്തെ പ്രസക്തി എന്താണ്? നമുക്കിതെങ്ങനെ ഉൾക്കൊള്ളാം? ഹസദിക് ചിന്തകൾ, ചാസിഡിക് തോട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. സീനായിലെ ആ ശബ്ദം അതൊരിക്കലും നിലച്ചിട്ടില്ല. ഇല്ല, അതിപ്പോഴും വളരെ നേർത്തൊരു സ്വരത്തിൽ ഓരോ ആത്മാവിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഷാവോട്ടും ആ ശബ്ദം വീണ്ടും കേൾക്കാനും ആ വിശുദ്ധിയിലേക്ക് ഒന്നുകൂടി അടുക്കാനും ദൈവവുമായുള്ള ബന്ധം പുതുക്കാനുമുള്ള ഒരു അവസരമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഷാവോട്ട് എന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല. വിളവെടുപ്പ്, തോറ ലഭിച്ചത്, ആഴ്ചകൾ എണ്ണിയത്, അതിനപ്പുറം തീർച്ചയായും അതൊരു ആന്തരികമായ ഒരുക്കത്തിന്റെ പൂർത്തീകരണമാണ്. അതാണ് ചാഗ് ഹഷാവുവോട്ട്, സത്യത്തിന്റെ വെളിപാട്, സമാൻ മത്താൻ ടൊറാത്തേനു, നന്ദിയുടെയും സമർപ്പണത്തിന്റെയും ആഘോഷം, യോം ഹബിക്കുറിയും. പിന്നെ ഭൗതികതയും ആത്മീയതയും തമ്മിലുള്ള ലയനം, അതാണ് അത്സറെറ്റ്. ശരി. എല്ലാറ്റിലും ഉപരിയായി അത് ആത്മാവും ദ്രവ്യവും സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു പവിത്രമായ കൂടിച്ചേരലാണ്. അപ്പോ ബേറ്റ് ഇസ്രായേൽ ഇന്റർനാഷണൽ, ഗാദി എഫ്രായിം എന്നിവരുടെ പഠനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഷാവോട്ട് എന്ത് നൽകപ്പെട്ടു എന്നതിനെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് ഓരോ നിമിഷവും എന്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടിയാണ്. അതെ, ഓരോ വ്യക്തിയും ഓരോ വർഷവും പുതുതായി ആ സീനായിൽ നിൽക്കാനും തോറ സ്വീകരിക്കാനും അങ്ങനെ ലോകത്തിൽ ദൈവികമായ ഉദ്ദേശ്യത്തിന്റെ ഒരു ഭാഗമാകാനും ക്ഷണിക്കപ്പെടുന്നു. ശരിയാണ്. ഇനി നിങ്ങൾ കേൾക്കുന്നവർക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കാം. ഓരോ വർഷവും സീനായിലെ ശബ്ദം വീണ്ടും മുഴങ്ങുന്നുവെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ഷാബോട്ടിൽ നിങ്ങളുടെ ആത്മാവ് കേൾക്കാൻ കാത്തിരിക്കുന്ന, ഒരുപക്ഷെ നിങ്ങൾക്കായി മാത്രമുള്ള ആ ഒരു വിളി എന്തായിരിക്കും? അതൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഷാവോട്ട് എന്ന യഹൂദ ആചാരത്തെക്കുറിച്ചാണ്. സിനായി മലയിൽ തോറ കിട്ടിയതിന്റെ ഒരു ഓർമ്മ പുതുക്കല് അത് മാത്രമല്ല നമ്മൾ നോക്കുന്നത്. അല്ല, അതിന്റെ പിന്നിലുള്ള ആഴത്തിലുള്ള ചില അർത്ഥങ്ങളുണ്ട്. അതെ, നമ്മളിന്ന് പ്രധാനമായും നോക്കുന്നത് ഷാവോട്ട്, സിനായി, തോറ, ഇസ്രായേൽ എന്നൊരു ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ്. പിന്നെ ബെയ്ത്ത് ഇസ്രായേൽ ഇന്റർനാഷണൽ, ഗാഡി എഫ്രൈം നോട്ട്സ്, ഇവരിൽ നിന്നുള്ള കാര്യങ്ങളും. റബി നഗ്മാൻ, ബാൽ ഷെം തോവ് തുടങ്ങിയവരുടെ ചിന്തകളും ഇതിൽ വരുന്നുണ്ട്. ശരിയാണ്. അപ്പോ ഷാവോത്തിനെ എല്ലാ വർഷവും ആവർത്തിക്കുന്നൊരു ആത്മീയ ഉണർവായി എങ്ങനെ കാണാം? പിന്നെ എന്തുകൊണ്ടാണ് തോറ ഇസ്രായേലിന് തന്നെ കിട്ടിയത്, മറ്റു ജനതകൾക്കല്ല? ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ശരി. അപ്പോ ഈ ഷാവോത്ത് എന്ന് പറയുന്നത് ശരിക്കും ഒരു ചരിത്ര വാർഷികം മാത്രമല്ല, അല്ലേ? ഈ ബെയ്ത്ത് ഇസ്രായേലും ഗാഡി എഫ്രൈമൊക്കെ പറയുന്നതനുസരിച്ച് അല്ല. ഓരോ വർഷവും ആ തോറയെ നമ്മൾ പുതുതായി സ്വീകരിക്കുകയാണ്. ഹൃദയത്തിൽ ആ ദൈവിക ശബ്ദം വീണ്ടും കേൾക്കാനുള്ളൊരവസരം, അങ്ങനെ കാണണം. ഹൃദയത്തിൽ കേൾക്കുക. റബ്ബി നഹ്മാന്റെ ആ ഒരു കാഴ്ചപ്പാട് അതൊന്ന് വിശദീകരിക്കാമോ? ചെവി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണെന്ന് പറയുമ്പോൾ. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റബ്ബി നഹ്മാൻ പറയുന്നത് ആ ശബ്ദം പുറമേ നിന്നുള്ള ഒന്നല്ല, അത് നമ്മുടെയെല്ലാം ഉള്ളിൽ, ആത്മാവിൽ ഒരു ആന്തരിക തോറയായിട്ടുമുണ്ട്. ഷാവോത്തിൽ സംഭവിക്കുന്നത് ആ ഉള്ളിലുള്ള തോറ ഉണർത്തപ്പെടുകയാണ്. ഓക്കേ, ഉള്ളിലുള്ളത് ഉണർത്തപ്പെടുന്നു. അതെ, അത് ഹൃദയം കൊണ്ട് ശ്രദ്ധിക്കുമ്പോഴാണ് കേൾക്കാൻ പറ്റുന്നത്. അപ്പോ ബാൽ ഷം തോവ് പറയുന്നതോ ഓരോ ഷാവോത്തിലും തോറ പുതുതായി നൽകപ്പെടുന്നു എന്ന്? അതും ഇതുമായി ബന്ധമുണ്ടോ? തീർച്ചയായും. കാരണം ഓരോ വർഷവും നമ്മളത് സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ അത് പുതിയൊരു അനുഭവമായി മാറുന്നു. അതായത് അതൊരു ചുരുളോ പുസ്തകമോ ആയിട്ടല്ല, ദൈവത്തിന്റെ ഹിതമായിട്ട് തന്നെ. ആന്തരികമായിട്ട് സ്വീകരിക്കാൻ തയ്യാറാകണം. അതെ, ഗാഡി എഫ്രൈം നോട്ട്സിലും ഇത് പറയുന്നുണ്ട്. തോറ എന്നത് പുറത്തുള്ള ഒന്നല്ല, ഹൃദയത്തിൽ നട്ടുപിടിപ്പിച്ചൊരു പ്രകാശമാണ്. ഷാവോത്തിൽ ആ പ്രകാശം കൂടുതൽ തെളിയും. ശരി. അതുകൊണ്ടാണ് ബെയ്ത്ത് ഇസ്രായേൽ പറയുന്നത് തോറ പഠിക്കുകയല്ല, ഉൾക്കൊള്ളുകയാണ് വേണ്ടതെന്ന്. വായിക്കുകയല്ല, ജീവിക്കണം. ശരിയാണ്. സ്വർഗം തുറക്കപ്പെടുന്ന ഒരു ദിവസമാണത്. ആത്മാവ് സ്രഷ്ടാവിന്റെ ശബ്ദം വീണ്ടും കേൾക്കുന്നു. കൊള്ളാം. അപ്പോ ഈ സ്വീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ അടുത്തൊരു പ്രധാന ചോദ്യം വരുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് തോറ ഇസ്രായേലിന് തന്നെ കിട്ടിയത്? മറ്റ് ജനതകൾക്കും കൊടുക്കാൻ നോക്കിയിരുന്നില്ലേ? അത് വളരെ രസകരമായ ഒരു ഭാഗമാണ്.
ബെയ്ത്ത് ഇസ്രായേൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഇതൊരു തിരസ്കാരമായിരുന്നില്ല, മറിച്ച് അതൊരു എന്താ പറയാ, ഓരോ ജനതയുടെയും ആത്മീയ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയായിരുന്നു. ഓക്കെ, ആർക്കൊക്കെയാണ് വാഗ്ദാനം ചെയ്തത്? ഏസാവിന്റെ ജനത, മോവാബ്, അമ്മോൻ, ഇഷ്മായേലിന്റെ ജനത, ഇവർക്കൊക്കെ തോറ വാഗ്ദാനം ചെയ്യപ്പെട്ടു. എന്നിട്ടോ? അവരെല്ലാവരും ഒരുപോലെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതിലെന്താണ് എഴുതിയിരിക്കുന്നത്? ഉള്ളടക്കത്തെക്കുറിച്ച് അവർക്ക് ആശങ്കയുണ്ടായിരുന്നു. അതെ, തങ്ങളുടെ അന്നത്തെ ജീവിത രീതിക്ക്, സ്വഭാവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ കേട്ടപ്പോൾ അവർക്കത് വേണ്ടെന്ന് തോന്നി. കൊല ചെയ്യരുത്, അധാർമികത അരുത്, മോഷ്ടിക്കരുത്, ഇതൊക്കെ കേട്ടപ്പോൾ അവർ പിന്മാറി. അതായത് അവർ അന്വേഷിച്ചത് തങ്ങളുമായി യോജിക്കുന്ന ഒന്നിനെയാണ്, തങ്ങളെ മാറ്റുന്ന ഒന്നിനെയല്ല. കൃത്യമായി അവരുടെ നിലവിലുള്ള വ്യക്തിത്വത്തിന് ചേരുന്ന ഒരു തോറയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ ഇസ്രയേൽ സിനായിൽ നിന്നപ്പോൾ അവർ ചോദിച്ചില്ല അല്ലേ? ഇല്ല, അവർ ചോദിച്ചില്ല എന്താണിതിൽ എന്ന്. അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് നാസേ വെനിഷ്മ. നാസേ വെനിഷ്മ എന്താണ് അതിന്റെ അർത്ഥം? അതായത് ഞങ്ങൾ ചെയ്യാം, അതിനുശേഷം മനസ്സിലാക്കാം. ചെയ്യാം എന്നിട്ട് മനസ്സിലാക്കാം. അത് വലിയൊരു വ്യത്യാസം തന്നെയല്ലേ? ആദ്യം പ്രവർത്തിക്കുക, പിന്നെ മനസ്സിലാക്കുക എന്നത്. തീർച്ചയായും അതാണ് വിശ്വാസത്തിന്റെയും ആ ദൈവഹിതത്തിനെ പൂർണ്ണമായി കീഴടങ്ങുന്നതിന്റെയും കാതൽ. ഇതിന്റെ പ്രാധാന്യം എന്താണ് ഈ നാസേ വെനിഷ്മ എന്ന മനോഭാവത്തിന്? സോഹർ പറയുന്നത്, ഇസ്രയേൽ ഈ വാക്കുകൾ ഉച്ചരിച്ച നിമിഷം തന്നെ ഓരോരുത്തരുടെയും തലയിൽ കിരീടങ്ങൾ വെക്കപ്പെട്ടു, അവരുടെ ആത്മാക്കൾ മഹത്വത്തിന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ്. കൊള്ളാം. പിന്നെ സ്വാദമത് പഠിപ്പിക്കുന്നത്, അവർ തോറ സ്വീകരിച്ചത് തങ്ങളുടെ സ്വഭാവം അങ്ങനെ തന്നെ നിലനിർത്താനല്ല, മറിച്ച് അതിനെ മാറ്റിയെടുക്കാൻ, രൂപാന്തരപ്പെടുത്താനാണ്. അതിനുള്ള ഒരു സമർപ്പണമായിരുന്നു അത്. ഓക്കെ, അതുകൊണ്ടാണ് ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതെ, മഹർഷി മഹറാൽ പറയുന്ന ഒരു കാര്യമുണ്ട്. തോറ എന്നത് പ്രകൃതിയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നല്ല, അത് പ്രകൃതിയെ ശുദ്ധീകരിക്കാനും ഉയർത്താനുമാണ് വരുന്നത്. അതിന് നമ്മൾ സ്വയം മാറാൻ തയ്യാറാവണം. അപ്പോ നമ്മൾ ആദ്യം സംസാരിച്ച ഷാവത്തിന്റെ വാർഷിക അനുഭവവും ഈ നാസേ വെനിഷ്മയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഷാവോത്ത് എന്ന് പറയുന്നത് ഓരോ വർഷവും ആ സീനായ് അനുഭവം, ആ നാസേ വെനിഷ്മയുടെ നിമിഷം, അത് പുനരാവിഷ്കരിക്കാനുള്ള ഒരവസരമാണ്. ശരി. ബെയ്ത്ത് ഇസ്രായേലും ഗാഡി എഫ്രൈമും പറയുന്നത് പോലെ ഓരോ ആത്മാവിനും അന്ന് കേട്ട അതേ ശബ്ദം വീണ്ടും ഹൃദയം കൊണ്ട് കേൾക്കാനും ആത്മീയമായി വീണ്ടും സീനായിൽ നിൽക്കാനും നാസേ വെനിഷ്മ എന്ന് ഒരിക്കൽ കൂടി പൂർണ്ണ മനസ്സോടെ പറയാനും, തോറയെ നിയമമായിട്ടല്ല ജീവനായി സ്വീകരിക്കാനുമുള്ള ഒരു വിളിയാണ് ഓരോ ഷാവോത്തും. അതെ അതെ, കേവലം സ്വീകരിക്കുന്നതിനേക്കാൾ ഒരു ആത്മീയ പരിവർത്തനത്തിനാണ് അവിടെ ഊന്നൽ. അപ്പോ ചുരുക്കത്തിൽ ഷാവോത്ത് എന്നതൊരു കഴിഞ്ഞുപോയ കാര്യമല്ല, അതിന്നും തുടരുന്ന, ഓരോ വ്യക്തിക്കും ദൈവവുമായുള്ള ബന്ധം പുതുക്കാനുള്ള ഒരു സജീവമായ അവസരമാണ്. വളരെ ശരിയാണ്. നിങ്ങൾക്കായി ഒരു ചിന്ത. ഈ നേസേ വെനിഷ്മ തത്വം, അതായത് പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനു മുൻപ് തന്നെ ഒരു കാര്യത്തിൽ ഏർപ്പെടുക, പ്രവർത്തിക്കാൻ തയ്യാറാവുക എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു പഠനങ്ങളിലോ അല്ലെങ്കിൽ എടുക്കേണ്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലോ ഒന്ന് പ്രയോഗിച്ചു നോക്കിയാൽ എന്ത് മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.